അപ്പൊ ബീഫിന്റെ ഏറ്റവും വലിയ സ്ഥലമാണിത്. ബീഫ് ബിരിയാണി. പിന്നെ ഈ സാധനം ഇഷ്ടം പോലെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. മുന്നേ വേണ്ടി പൊരിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊന്നും മനസ്സിലാവില്ല. ആ സാധനം ബിരിയാണി. ഇതെന്തിട്ട് ലിവറാന്നുണ്ട് അല്ലേ? ആ ഇത് ചിക്കൻ്റെ വേസ്റ്റ്. അതുകൊണ്ടാണ് അടിച്ച് പൊളിച്ച് അവൻ കാല് കഴുകണത്. ബീഫ് ഇങ്ങനത്തെ അഴുക്ക് പിടിച്ച സ്ഥലത്തേക്കിടെ, ഇങ്ങനത്തെ കച്ചറയുള്ള സ്ഥലത്തേക്കിടെ, മണമുള്ള സ്ഥലത്തേക്കിടെ നീ വന്നണ്ട. പുഴു അരിക്കണ കണ്ട നീ? പുഴു ഇത് കണ്ട? പുഴു മൂരിക്കുട്ടി നിൽക്കണ്ട. ഇത് മട്ടനാന്ന് പറഞ്ഞിട്ടാ സെയിൽ ചെയ്യാതെ ഈ സാധനം. ഞങ്ങള് രാത്രിയായിപ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അതായത് ശിവാജി നഗറിലേക്ക് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലസ്സി കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ലസ്സി ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ അവിടെ വന്ന് ലസ്സി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇപ്പം ഉണ്ടോയെന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതിന് കുറച്ച് വീഡിയോ അതിനകത്ത് ആഡ് ചെയ്യാട്ടോ. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ കുടിച്ച് കുറേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ട്രീറ്റ് ഉണ്ട്. അതായത് ശിവാജി നഗറിൽ തന്നെ നമ്മുടെ മുസ്ലിം പള്ളിയുടെ തൊട്ട്, ഇതൊക്കെ മുസ്ലിം പള്ളിയുടെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ അവിടുന്ന് ക്രിസ്ത്യൻ പള്ളി കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ശിവാജി നഗർ മുഴുവൻ ഇതേപോലെ തന്നെ ഫുഡിൻ്റെ സ്ട്രീറ്റാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചേ കൂട്ടാ? കുറേ അതും ഇതും. പിന്നെ അതെ, വഴിയിൽ കാണുന്ന കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ അത് കാരണം കൗതുകം കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര ഹൈജീനായിട്ടോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഓയിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടൊന്നും തോന്നാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക, അത്രമാത്രം. അപ്പോൾ ചിക്കൻ്റെ പല വെറൈറ്റിയാണ് കേട്ടോ ഇത്. ചിക്കൻ്റെ എന്തോരം വെറൈറ്റിയുള്ള കബാബും അതേപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഈ വെളിച്ചെണ്ണയിൽ നമ്മുടെ എണ്ണയിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങളും സംഭവങ്ങളൊക്കെയാണ്. തൊട്ടടുത്ത് ഷവർമ, അതുപോലെ ഇത് 40 രൂപ മുതൽ സ്റ്റാർട്ടിങ്. ഒരുപാട് കബാബിൻ്റെ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു. അത്രേ ഉള്ളൂ, വിലയൊക്കെ കുറവാടാ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ മടിയായിട്ടൊന്നുമല്ല. നമ്മൾ ഏത് വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ടുള്ള എങ്ങനത്തെ സാധനമായാലും നമ്മൾ കഴിക്കും, നമുക്ക് വിഷയമായിട്ടല്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് വയറ് ടൈറ്റായിട്ടിരിക്കും. ഒരു മണിക്കൂർ നടന്നതിന് ശേഷമായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നടന്നതിന് ശേഷം പറ്റുകയാണെങ്കിൽ ഒന്ന് വയറഴയുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം. വയറ് ഫുള്ളായിട്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. ലെഫ്റ്റിലേക്ക് പോയിട്ട് കുറച്ച് ദൂരം പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് ഈ വഴിക്കൊന്ന് ഇറങ്ങിയിട്ട് ഫുഡിൻ്റെ പരിപാടി നോക്കാം. അത് കഴിഞ്ഞ് ഈ വഴിക്ക് ഫുഡിൻ്റെ ഇല്ല എന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ആര്യാ? അയ്യോ, മിസ്സിങ്. അപ്പോൾ ഇവനെ കണ്ടു കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ആരാന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ഒരു മിസ്സിങ് പോസ്റ്റ് കണ്ടതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഫുഡിൻ്റെ ഒപ്പം ഇതും ഫുഡിൽ പെടുമെന്നുള്ളത് അറിയില്ല. പാൻ മസാലയുടെ കടയിലൊക്കെ നല്ല തിരക്കാണ്. മുസ്ലിംസ് ഏരിയ ആയതുകൊണ്ട് തന്നെ തൊപ്പി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് കണ്ടു. നല്ല തിരക്ക് ഏരിയ ആണ്. ഫുഡാണ് മെയിനായിട്ട്. കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ വെറൈറ്റികൾ ഉണ്ടെന്നുള്ളത്. എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു നോക്കട്ടെ. അമ്മ സമൂസ കിടക്കണ കട്ടപ്പ് കണ്ടു ഗൈസ്. ഇതാണ് ഞങ്ങൾ തിന്നത് കേട്ടോ നേരത്തെ. അടിപൊളി സാധനമാണ്. പിന്നെ ഇതും ഇത് വരെ എന്താ ഷവർമയാണിത്. എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. പേര് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. സംഭവം വെറൈറ്റി സാധനങ്ങളാണ്. ഒക്കെ സ്ട്രീറ്റ് ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇഷ്ടം പോലെ സാധനം. വെളിച്ചെണ്ണയിൽ പറഞ്ഞാൽ അപ്പം എന്നെ പൂരിച്ച് ചുട്ട അടിപൊളിയാക്കിയിരുന്നു. ഏത് ഇതോ? ഇത് കേക്കല്ലല്ലോ, ഇത് കാടക്കോഴി. സാധാ കോഴി. ഇത് പല ചിക്കൻ്റെ വെറൈറ്റികൾ. ഇത് അൽഫാമൊക്കെ വേറെ രീതിയാണ്. ഈ ചേട്ടൻ പിന്നെ വേറെ ഇവിടെ റോള് റെഡിയൊക്കെ ഉണ്ട്. റോളല്ല, ഏത് ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ട് ദുബായില്. ഇത് എന്തിന്റെ പേര്? നാം ക്യാ ഹൈ? മട്ടൻ ഷീഖ് കബാബ്. കബാബ് തന്നെ. മട്ടൻ ഏത്? മണലാരണ്യത്തിൽ പോയിപ്പോ, ഡെസേർട്ടിൽ പോയിപ്പോ ഷവർമയുടെ ഇരിപ്പ് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല അല്ലേ മുത്തേ? അല്ല, പഴക്കൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അപ്പം തീരും. പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ലേശം താഴെയായിരിക്കും. പിന്നെ സ്ഥലം എങ്ങനെയായതുകൊണ്ട് ഏറ്റവും വില കുറച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല സാധനം തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ മെല്ലെ നടക്കാട്ടോ. എല്ലായിടത്തും ഷവർമ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ അളവിൽ കുറവാകുന്നു. പക്ഷേ വലിയ ഷവർമയുടെ കുറ്റികളുണ്ട് കേട്ടോ. പിന്നെ അധികം സവോളയും സാധനങ്ങളൊന്നും അധികം അറിഞ്ഞില്ല എന്നുണ്ട്. ഇത് മുഖത്ത് സർബത്താണോ? ആണോ? ഓ, ഞങ്ങൾ ശരിക്കും ഇപ്പോൾ അവിടെ നല്ല കടയിൽ പോയിട്ട് കുടിച്ചിട്ടുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ 100 രൂപ 120 രൂപ അങ്ങനെയുള്ള റേറ്റാണ്. ഇവിടെ പുറത്തേക്ക് വന്നപ്പോൾ 30 രൂപ 40 രൂപ അങ്ങനെയുള്ള ഇതുള്ളൂ കേട്ടോ. ഇത് ബീഫിൻ്റെ വെറൈറ്റി ഇല്ല. ബീഫ് കറി എങ്ങനത്തെ വേണമെങ്കിലും ഉണ്ട്. ഒരു ഹോട്ടലാണ്. ബീഫ് ചിക്കൻ പുരേ
ഇതേതാണോ ദ കിങ്സ് വേ. അവിടെ ബീഫ് ഇഷ്ടം പോലെ കിട്ടും. എല്ലാ സ്ഥലത്തും ബീഫ് കിട്ടണമെന്നില്ല. പിന്നെ നമ്മുടെ നാടൻ പൊറോട്ട. അതെ അതെ. പിന്നെ അതുപോലെ നോക്കിയാൽ പൊറോട്ടയൊക്കെ നമ്മുടെ നാടൻ പൊറോട്ട അടിപൊളി സാധനം ഉണ്ടാക്കുന്നത്. സാധാരണ ഇവിടുത്തെ പൊറോട്ട ലേശകടിയും വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മുടെ നാട്ടിലെ സെയിം പൊറോട്ട പോലത്തെ സാധനമാണ്. വേണ്ട ബീഫ് പൊറോട്ട. അതെ, അടിപൊളിയായിട്ട് അടിക്കണവൻ പൊറോട്ട. ഹോട്ടലിൻ്റെ കളിയാണ് കേട്ടോ. ഹോട്ടലും അതുപോലെ തട്ടുകട സെറ്റപ്പും രണ്ട് സൈഡും ഫുള്ളാണ്. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതിന് മുന്നേ വന്നപ്പോഴും ഞാൻ ഈ വശത്തേക്ക് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നത്. ജ്യൂസ് കടകളും അതുപോലെ തന്നെ ഇവിടുത്തെ ജ്യൂസ് അടി നോക്കിയാൽ ഈ പ്രത്യേക സൈസാണ്. കണ്ടോ നോക്കിയേ. റബ്ബൊക്കെ എങ്ങനെ ജ്യൂസ് അടിക്കാനുണ്ടാ? അമ്മ കണ്ട എന്നിട്ട് പറഞ്ഞ മുസാമ്പി ജ്യൂസ് അടിച്ചതാണ് കണ്ടത്. അത് മെഷീനിലല്ലാണ്ട് മറ്റേ ഇതിൽ വെച്ചിട്ട്. അതിപ്പോ എന്താന്ന് വെച്ചാൽ കുരു വരില്ല, കഴിക്കില്ല. മറ്റേന്ന് പറഞ്ഞാൽ കഴിക്കില്ലോ. വെള്ളം മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെയാ ഇവിടെ കൊടുത്താൽ മുതലാവുക? നമ്മുടെ ഷവായി ചിക്കൻ കടന്ന് തിരിയുണ്ട് ഈ ഹോട്ടലിലേക്കുള്ളത്. ഇവിടെയൊക്കെ സാധാ സെറ്റപ്പാട്ടോ, വലുതൊന്നും പ്രതീക്ഷിച്ച് വരരുത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടു വേണം വരാൻ. അല്ലാണ്ട് നമ്മൾ ഫുഡിൻ്റെ സ്ട്രീറ്റ് ബാംഗ്ലൂരിലുള്ള സ്ഥലം നമ്മളൊന്ന് കാണിച്ചു. ശിവാജി നഗറിൽ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉള്ളതായതുകൊണ്ട് നമ്മൾ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആണ് ആസ്വദിച്ചില്ലേ. സമൂസ എല്ലായിടത്തും ഇഷ്ടം പോലെ അങ്ങനെ റെഡി കേട്ടോ. അതേപോലെ തന്നെ ഷവർമയുടെ കളിയാണ്. കബാബിൻ്റെ കളിയാണ്. കണ്ടില്ലേ, എല്ലാ സൈസ് സാധനവും ഹാഫ് ബോയിൽഡ് ആക്കി വെച്ചേക്കാണ്. ഹാഫ് ചിക്കൻ 65 ഈശോ. ആ ബിരിയാണി ഉണ്ടോ? ഇത് ബിരിയാണി കടയാ. ബിരിയാണി 80 റുപ്പീസ്. ഇതേ 2 ചെമ്പ് നിറച്ചും ബിരിയാണി. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തിന് തുറന്നാൽ അടിയിട്ട് പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞേ. പാൻ മസാലയുടെ ചേട്ടൻ റെഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ പാൻ മസാലക്കാരും അവിടേക്ക് നോക്കി അപ്പുറത്തെ കടയിൽ നോക്കി എൻ്റെ പൊന്നു. അതേപോലെ ആ സൈഡിൽ കൂടെ പോകുമ്പോൾ അതിൽ കയറാം. ഇങ്ങനെ നേരെ പോവാം. നോക്കാം, ലേശക്കടി ഇതിലെ പോവാം. ഇവിടെ പവർ കട്ട് ടൈമാണോ ഇനി കറണ്ട് പോയതാണോ എന്നുള്ളത് അറിയില്ല. നിറച്ചും ലൈറ്റുകളുണ്ട്, പക്ഷെ ഒന്നും കത്തണില്ല. എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. വി ലവ് ശിവാജി നഗർ എന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു സംഭവം, പക്ഷെ അതൊന്നും കത്തണില്ല കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ എത്തുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ. ഇത്ര തന്നെയാണ്. ഈ ഭാഗത്തുനിന്ന് എന്താ പറയുക ഒരു 300 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ മാറിയോട് കൂടിയിട്ട് ഈ കടകൾ കഴിഞ്ഞു. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കുള്ളൂ. ഹോട്ടലുകളുണ്ട്, ഇത് കണ്ടില്ലേ. ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ റെഡിയാണ്. പിന്നെ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ വെറൈറ്റികൾ വല്ലതുണ്ടോ എന്ന് നോക്കട്ടെ. ഈ കണ്ടതല്ലാണ്ട് പോത്തുങ്കാല് ഇതൊരു വെറൈറ്റി കേട്ടോ. വേറെ എവിടെ ഒറ്റ കടകളിൽ നമ്മൾ കണ്ടില്ല പോത്തുങ്കാല്. ഇത് മജ്ജ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കൊട്ടിയിട്ട് തിന്നുന്നതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഒരു പ്രാവശ്യം. സംഭവം ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല. 80 റുപ്പീസ് 80 രൂപയാണ്. പിന്നെ ഇവൻ ഈ ബീഫ് ഈ കല്ലേലിട്ടിട്ട് ഈ സംഭവം ഇങ്ങനെ ചെയ്യണ കല്ലിലിട്ട് വേവിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇതെല്ലാ പീസൊന്നും നല്ലതല്ലാതെ അത് തന്നെയല്ല. ഇത് ആകെ ഒരു എയിമില്ലാത്ത മീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് തൃപ്തിയായില്ല. എന്തിനാ ഇത് പാത്രം കഴിയണമൊന്നുമില്ല അല്ലേ? അതെ പക്ഷെ അത് തുടക്കണു അത് തന്നെ. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലാണ്ട് ഇപ്പൊ എല്ലാവർക്കും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇങ്ങനെയുള്ള സെറ്റപ്പിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? നമ്മളും കഴിക്കില്ലേ? നമ്മളും കഴിക്കാറില്ലേ? അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഉണ്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞു, കുറച്ച് കട കാണാണ്ട് വന്നപ്പോൾ കഴിഞ്ഞു വിചാരിച്ച. ഇല്ല, ഇനി വെറൈറ്റി വല്ലതും നോക്കട്ടെ. പോത്തുങ്കാലി പോലത്തെ, അതേപോലെ ബീഫ് അങ്ങനെ ചുട്ടെടുക്കണ പോലത്തെ ചെറിയ പീസുകളായിട്ട് ചുട്ടെടുക്കണ പോലത്തെ വല്ല പരിപാടി ഉണ്ടെന്ന് നോക്കട്ടെ. കനലെത്തായാലും എരിയുണ്ട്. ഇത് എന്തൊക്കെ പറഞ്ഞാലും എല്ലാ ഹോട്ടലിലും ഫുൾ തിരക്കാ. നീ കണ്ടുവോ? എല്ലാ സ്ഥലങ്ങളിലും ഫുൾ തിരക്ക്. എന്താ പൊന്നെ, അത് നോക്കിയിട്ട് കാര്യമില്ല. നോക്കിയേ നീ, ആൾക്കാർ ക്യൂ നിൽക്കുക പാത്രം കഴുകിയില്ലെങ്കിലും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിത് അവിടെ എത്തിയിട്ട് തിരിച്ചു പോരട്ടെ കൂട്ടാ. ഇവിടെ മറ്റുള്ള കടകൾ അയ്യോ ഒന്നുമില്ല, പുക ആകെ ഫുഡ് മാത്രമേ ഉള്ളൂ.
തട്ടുകടയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ തട്ടുകടേനേക്കാളും കൂടുതൽ ഹോട്ടലുകളും ഉണ്ട് കേട്ടോ. അതും വേണ്ട പറയാൻ. അല്ലെങ്കിൽ തട്ടുകട മാത്രമൊന്നുമല്ല. ഇവിടെ എന്തോ ഒരു സാധനം വെറൈറ്റി ഉണ്ട്, നോക്കട്ടെ. ഇതാ ഇവിടുത്തെ സാധനം നോക്കട്ടെ. ആ കാലല്ല, ഇത് റിബ്. ആ ഇത് പോത്തിന്റെ റിബ് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ, അല്ലേ? ബീഫ്. ഇത് വേറെ എന്തോ ടേസ്റ്റിലുള്ള സംഭവിക്കും. രണ്ട് മസാല. ഇതിന് എന്താ റേറ്റ്, എന്താ കാര്യം ചോദിച്ചു നോക്കിയോട്ടെ. എനിക്ക് വേണ്ട, എന്തായാലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കാണിച്ചു എന്ന് പറഞ്ഞാൽ റിപ്പൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ രീതിയിലും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ചേട്ടനോട് ചോദിച്ചു കേട്ടോ, ഇത് 300 രൂപ, ഇത് 300 രൂപ അല്ലേ? ആ 250. അത് തൂക്കം അനുസരിച്ചിട്ടാണോ? പീസിന്റെ വലിപ്പം നിങ്ങൾ നോക്കിയിട്ട് പറയൂലേ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വലിയ പീസ് ഉണ്ട്, ചെറിയ പീസ് ഉണ്ട്. അപ്പോൾ 250 രൂപയോ 300 രൂപയോ. ഇത് എന്ന് പറഞ്ഞാൽ പെപ്പർ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഇത് സാധാ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് 400 രൂപ വരുന്നത്. ഇതിന്റെ പീസ് വലിപ്പം കൂടുതലാണ്. ഇത് പോത്തിന്റെ റിബാണ് കേട്ടോ. അപ്പോൾ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല, ഈ കടയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചേട്ടാ ഈ കടയുടെ പേരെന്ന് പേർഷ്യൻ മജീദ് അല്ലേ? ആ എന്താണാവോ കടയുടെ പേര് ശരിക്കും മനസ്സിലായോ? പേർഷ്യൻ മജ്ലിസ്. ആ പേർഷ്യയിൽ കിട്ടുന്ന സാധനം ഇവിടെ കൊടുക്കണ, പിന്നെ വില ഇല്ലാണ്ടിരിക്കുമോ? പക്ഷെ വെറൈറ്റി ഉണ്ട്, വേറെ എവിടെയും കണ്ടില്ല. മന്നത്ത് ഹിൽസ്, ഇതും ഹോട്ടൽ തന്നെയാണ്, റെസ്റ്റോറൻറ്റ് തന്നെയാണ്. കുറേ എണ്ണം കണ്ടു. ഇതെവിടെ വഴി തെറ്റിപ്പോയോ? ഇല്ലല്ലോ. ആ ഇതേനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട് ഞാൻ വഴി തെറ്റിപ്പോയോന്ന്. കാരണം നിറച്ചും തിരക്കാണേ. വേറെ ആരെങ്കിലും എൻ്റെ കയ്യാന്ന് വിചാരിച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ എനിക്കിത് വയ്യായി വായിക്കാൻ കാലത്ത് വേറെ പെണ്ണ് കേട്ടാൻ. അതാണേ ഹോട്ടൽ ഷാലിമാർ. അത് പേരെടുത്തോ. നല്ല തിരക്കുള്ള ഹോട്ടലുകളാ. അതെ എന്തോരം ഹോട്ടലാന്ന് നോക്കിയത് ഈ സൈഡിൽ. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഹോട്ടൽ. ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ 2 കൈയും കൊട്ടിട്ട ആള്. ഇതേ പോത്തുംകാലി ഇവിടെ ഉണ്ട്, നോക്കട്ടെ കേട്ടാ. ഇവിടുത്തെ വേറെ വെറൈറ്റികൾ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ ചിക്കൻ മാത്രമേ ഉള്ളൂ, വേറെ പോത്തുംകാലി. ആ പോത്തുംകാലി ഇത് വെറൈറ്റി. ആ ഇവിടെ ബീഫിന്റെ വെറൈറ്റി ഉണ്ട്, നോക്കി നോക്കട്ടെ കേട്ടോ. ഈ കടയിൽ വന്നപ്പോ ഇല്ലേ നോക്കി കാല് കുട്ട. ഇത് എന്തിന്റെ എന്നുള്ളത് എന്തിട്ടാ? ഇത് ആ ബീഫിന്റെ ലെഗ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ മറ്റേതല്ല, നമ്മളുടെ എല്ല് തന്നെയല്ല, ഇതിനകത്ത് എൻ്റെ മുട്ടും കൂടി ഉണ്ടെന്ന് കൊണ്ടല്ലേ. പിന്നെ വരുന്ന ബിരിയാണി, കോൺസെപ്റ്റ് ബീഫ് ബിരിയാണി. ഓ ബീഫ് ബിരിയാണി. പിന്നെ ഈ സാധനം ഇഷ്ടം പോലെ ഇതിനകത്ത് കിടക്കണുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മുടെ ആവശ്യത്തിന് വരും. ഇവിടുത്തെ വെറൈറ്റികൾ നോക്കിയ ബീഫ്, ഈ ഒരൈറ്റം ഇത് ബീഫിന്റെ രണ്ടാമത്തെ ഐറ്റം. എന്തൊക്കെയാണെന്നുള്ള പേരറിയില്ല കേട്ടോ സംഭവം. ഇനി അടുത്ത് നോക്കട്ടെ. ഇത് ബീഫിന്റെ വേറെ എന്തൊരു ഐറ്റം. എല്ലാം ഒന്നല്ല കേട്ടോ, പക്ഷെ ഇവരൊക്കെ പീസായിട്ട് കറി പീസാക്കിയിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതും വേറെ എന്തോ കറി. ഇതിങ്ങനെ ഇരിക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരേ കല്ലിലായിട്ട് മാത്രച്ചുണ്ട്. അപ്പോൾ പേരറിയില്ല സംഭവം. ഇതെന്താണോ? ഇത് കിഡ്നി വേണ്ടി പൊറ്റിട്ടുണ്ട്. ഈ സാധനങ്ങളൊന്നും മനസ്സിലാവില്ല. അത് റിബ്, ചെറിയ പീസുകൾ, ബോട്ടി, അങ്ങനെയുള്ള ഫുൾ സാധനങ്ങൾ. ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അവിടെ ഫുള്ള് ഹോട്ടലാണ്. പിന്നെ ഇപ്പോൾ ഇവിടെയും കുറേ ആളുടെ അവിടെയും കുറേ വെറൈറ്റികൾ വെച്ചിട്ടുണ്ട്. പ്രോൺസ്, സകല സ്ഥലങ്ങളുണ്ട്. എന്തായാലും സമൃദ്ധിയായിട്ടുള്ള എല്ലാം മലയാളികളാ. ചേട്ടാ എങ്ങനെയുണ്ട്? മുഖം കാണിക്കാണ്ട് ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് ബിരിയാണി കൊണ്ട് ബക്കറ്റ്, എൻ്റെ പൊന്നേ കൊണ്ട് തട്ടണ ബക്കറ്റ് പെയിന്റിന്റെ മറ്റേ ആ സാധനത്തിലല്ലേ ബിരിയാണി തട്ടണ. മതി ബിരിയാണി കൊണ്ട് തട്ടണ പെയിന്റിന്റെ ചെളിയായിട്ടുള്ള സാധനം സംഭവം. ഇതിന് നല്ല താട്ടാറ് വരി തിന്നണല്ലേ ഇതൊക്കെ ആൾക്കാർ. ഞാൻ പറഞ്ഞ ആരെയും കാണിക്കാണ്ടല്ലോ, ഇതൊക്കെ എല്ലാവരും കൺമുന്നിൽ വെച്ചിട്ടല്ലേ ചെയ്യണം, എന്നിട്ടല്ല കഴിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒളിച്ചു പാത്തും അങ്ങനെ കൊണ്ടും തട്ടണമെന്നല്ല, എല്ലാവരും മുന്നിൽ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ എന്നിട്ടും ആ ഹോട്ടലിൽ ഫുൾ ആൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ, അതേപോലെ തിരക്കാ. ഈ സൈഡിൽ പറ്റും. ഇവിടുത്തെ എന്തോ വെറൈറ്റി ഇരുന്ന് പൊരിയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കട്ടെ. ഇതെന്താണോ സാധനം? എന്താണ് സാധനം? മധുരമുള്ള എന്തോ സാധനം ഒന്നും ഉണ്ട് കേട്ടോ. ഗുലാബ് ജാമല്ലേ ഇത്? ആ ജിലേബി.
ആ ജിലേബി ഗുലാബ് ജാമുൻ ഇതെന്താണ് അവസാനം ഇതെന്തിട്ടത് ഇത് തൈര് വട ആ അങ്ങനെ അങ്ങനെ എന്തോ സാധനം ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ കാണാമല്ലോ നമുക്ക് സുഖമായിട്ട്. നമ്മുടെ നാട്ടിലെ സമൂസയുടെ ആൾക്കാർ ഇതിൻ്റെ വലിപ്പം ഒന്ന് കണ്ടു പഠിക്കണം കേട്ടോ. അതല്ല വിചാരിക്കണത് ഇത്രയധികം സാധനം ഇത് സെയിലുണ്ടോന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. ദൂരം ആൾക്കാർ ഇതെന്താ പച്ചയാ പച്ച കളറാ ഇതെന്തിട്ട് ലിവറാന്നുണ്ട് അല്ലേ? ലിവർ മാത്രം ബീഫിൻ്റെ ലിവർ മാത്രം. ആ പിന്നെന്താ പച്ച കളറ് അമ്മ ആ മസാലയുടെ എണ്ണുന്നുണ്ട് അല്ലേ? ഇതും അതെ ബീഫ് തന്നെയാണ്. അപ്പം ബീഫിൻ്റെ ഏറ്റവും വലിയ സ്ഥലമാണിത് അല്ലേ? ആൾക്കാരിരുന്ന് അലക്കണുണ്ട് അടിപൊളിയായിട്ട് പല പല വെറൈറ്റി. നമുക്ക് എന്തായാലും അതെ അതെ അല്ല മറ്റോടത്തും ഇതുണ്ടായിരുന്നു കഴുകണില്ലെങ്കിലും അവിടെ തുടക്കുണ്ടായിരുന്നു. ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? പിന്നെ ചിക്കനൊക്കെ അവർക്ക് ഇവിടെ നിന്ന് തന്നെ മേടിച്ച് റെഡിയാക്കാം ബീഫൊക്കെ. കാരണം ചിക്കൻ കടയൊക്കെ എത്ര ബോൺലെസ് 300 ഏത് ഇത് ചിക്കൻ്റെ വേസ്റ്റ് ചിക്കൻ കൊന്നപ്പോൾ അതിൻ്റെ മറ്റേ ഇതും സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെയാണ് അടിച്ചു പറഞ്ഞത്. ഈ വഴിക്ക് ഫുള്ള് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഫുള്ള് ഇതേപോലത്തെ ഇത് തന്നെയാണ് കണ്ടോ കടകൾ തന്നെയാണ് നിറച്ചു. അപ്പോൾ ഈ മെയിൻ റോഡിൽ ഇത്ര വൃത്തിയുള്ളെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പറയണ്ടല്ലോ. വേണം ഈ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആ ഇതൊക്കെയാണ് പൂരി എന്ന് പറയണത്. അത് കോഴീനെ കൊന്നിട്ട് അതിൻ്റെ മറ്റേ ഇത് കാഷ്ടൊക്കെ ഇട്ടിട്ടുള്ള കഴുകിയിട്ടുള്ള വെള്ളമില്ലേ അതുകൊണ്ടാണ് അടിച്ച് പൊളിച്ച് നമുക്ക് കാല് കഴുകണത്. അപ്പോഴോ എന്ത് കാണാനാ? ആ കോഴിയുടെ കടയാണ്. ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചാ കുട്ടാ? ബീഫ് ചോപ്സ്. അത് കബാബ്. ആ ചുല്ലി ഗ്രീൻ ചോപ്സ്. ആ ഇത് ഗ്രീൻ ചോപ്സ് അല്ലേ? ഇത് സാധാ നമ്മുടെ ബീഫ്. പക്ഷെ ബീഫിലൊക്കെ നെയ്യ് ഉണ്ടോ? അതായത് കാല് ഇവിടെ ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് പോകണ്ട അഴുക്ക. ആ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹോട്ടലുകാരില്ലേ ഈ ഹോട്ടലുകാര് ബീഫും അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും നാളത്തേക്ക്. അതറിയില്ല. ആടാണ് ആടിനെ തട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നിന്നാണ് ആൾക്കാർ ഈ എന്താ പറയുക മട്ടനും ബീഫൊക്കെ മേടിക്കണത്. ഇത് കണ്ടില്ലേ നിറച്ചും കടകൾ. അവിടെ ബീഫിൻ്റെ കട കണ്ടില്ലേ? അത് പോർക്കിൻ്റെ ആണോ? നോക്കട്ടെ പോർക്ക് ഒരു പറ്റുന്നില്ലോ ഉണ്ടാവില്ല. ബീഫാണത്. ഓ എൻ്റെ പോന്നോ ഇത് ഇങ്ങനെ ഒരു ഏരിയ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. മൂക്ക് പൊത്തി വേണം പോകാനായിട്ട്. മുത്തിനെ ഇങ്ങനത്തെ മണവും കാര്യങ്ങളൊന്നും കേട്ട് ഇങ്ങനത്തെ അഴുക്ക് പിടിച്ച സ്ഥലത്തേക്ക് അവൻ ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ മുത്തേ ഇങ്ങനത്തെ അഴുക്ക് പിടിച്ച സ്ഥലത്തേക്കിടെ ഇങ്ങനത്തെ കച്ചറയുള്ള സ്ഥലത്തേക്കിടെ മണമുള്ള സ്ഥലത്തേക്കിടെ നീ വന്നണ്ട. പുഴു അരിക്കണ കണ്ട നീ പുഴു ഇത് കണ്ട പുഴു അരിക്കണ കണ്ട ഇതാണ് പുഴു അരിക്കാണ്. നാളത്തേക്ക് റെഡി ആവാനുള്ള മറ്റേ മൂരിക്കുട്ടി നിൽക്കണ്ട മട്ടനാന്ന് പറഞ്ഞിട്ട്. ഇത് മട്ടനാന്ന് പറഞ്ഞിട്ടാ സെയിൽ ചെയ്യാതെ ഈ സാധനം. നാളത്തേക്ക് തട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുള്ളതാണ്. ഒരു മാർക്കറ്റിങ്ങിലൊന്നുമല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അതേ നാളത്തേക്കുള്ള ആടുകൾ റെഡി ആയി നിൽക്കണമെങ്കിൽ കുത്ത് കിട്ടി കഴിഞ്ഞാൽ ആള് പൊട്ടാ വിട്ടാ ആ നിലയ്ക്കുള്ള സാധനമാണ്. ആ അത് ഇതില്ലേ നല്ല രസമുണ്ടല്ലേ. ഇത് ശരിക്കും മാർക്കറ്റ് ഏരിയ. അവർ പറഞ്ഞു ഇവിടെ വീഡിയോ പിടിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അയാൾക്ക് മലയാളം അറിയായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ആ മൂരിക്കുട്ടീനെ കാണിച്ചിട്ട് പറഞ്ഞില്ലേ ഇത് ചിലപ്പോൾ നാളത്തേക്ക് പുഴുവിനെ കട്ട് ചെയ്ത ആള് കണ്ടോ അതിന്? ആ അതെന്താ അതിൻ്റെ എന്താ സംഭവം എന്നറിയോ? ഇത്ര വൃത്തി ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഫുഡിൻ്റെ സ്ഥലത്ത് വന്നിട്ടേ. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് പച്ചക്കറി മാർക്കറ്റാ. നമുക്ക് അപ്പുറത്തെ വഴിയിലേക്ക് കയറാം. ഇനിയിപ്പോൾ ഈ വഴിക്ക് തിരിച്ചു പോകണ്ട. പച്ചക്കറി മാർക്കറ്റിൽ വില കൂടുതലടി സാധാരണ വിട്ടിട്ട്. മുത്ത് ഇതിൽ തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് നിന്നായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ പുഴുക്കളരിച്ചും മണവും അതുപോലെ തന്നെ ഇത്ര ഒരു വൃത്തികെട്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു കച്ചവടം നടക്കുമെന്ന് മുത്ത് വിചാരിച്ചില്ല. ഇതല്ലേ മേടിച്ച് തിന്നണേ നമ്മൾ. ഓ വലിയ പൊടി ഐറ്റംസുകൾ കാര്യങ്ങൾ
മസാലകൾ, സാധനങ്ങൾ, പച്ചക്കറി. ചെറിയ സ്ഥലമൊന്നുണ്ട്, പച്ചക്കറി അങ്ങനെ വ്യാപകമായിട്ടൊന്നുമില്ല അല്ലേ. അങ്ങോട്ടേക്ക് പോവാം, അപ്പുറത്തെ വഴിയിലേക്ക് പോവാം. ഇത്ര കച്ചവടം നടന്നെങ്കിൽ ആദ്യമായിട്ട് മീൻ കച്ചവടം കണ്ട വാള കഴിഞ്ഞ് എടുത്തു വയ്ക്കുക ആള്. ഇവിടെ ഇനി വാളയും പിന്നെ അതെന്തിട്ടാ ആ മീൻ്റെ പേരെന്തിട്ടടി, വാളയും റോക്കും മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അത് നമ്മുടെ അവിടെ അങ്ങനെ തന്നെയാ. അല്ലിയായിട്ട് വെച്ചാൽ അത് വേണ്ട, നമുക്ക് അല്ലി ആക്കാമല്ലോ, നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇവിടെ ഇലകൾ കൊണ്ടുള്ള പരിപാടി, ഇവിടെ ഇലകൾ കൊണ്ടുള്ള പരിപാടി ഭയങ്കര കൂടുതലാണ്. ഉള്ളിത്തണ്ട് എവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ, മറ്റേ ഇല ഐറ്റംസ്. ഇതൊക്കെ എന്തിട്ട് ഇലകളാണ്, കറി വെക്കണ ഇലകളാ? ചീര, ഇവിടുത്തെ ദേശീയ ചീരയും സാധനങ്ങളൊക്കെ അല്ലേ. ഇതിനി പലചരക്കിന്റെ സ്ഥലങ്ങൾ. നോക്കി നടക്കട്ടെ. ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പഴയ സ്ട്രീറ്റിലേക്ക് തന്നെ എത്തും. അതിൻ്റെ അവിടെ ഒരു ചെറിയ കട്ട് പീസ് വഴിയാണത്. ഇതും പലചരക്കിൻ്റെ തന്നെയാണ്, ഇതും പലചരക്കിൻ്റെ. ഇതിലെ പോവാ അല്ലേ. ഇങ്ങനത്തെ മാർക്കറ്റൊന്നും നമ്മുടെ എവിടെ ഇല്ല കേട്ടോ. രണ്ട് സൈഡ് തിക്കും തിരക്കും പിടിച്ചിട്ട് ഈ വക ഇങ്ങനത്തെ നാളികേരല്ലേ. ഇതാണ് പറഞ്ഞേ. ഇതാ ഈ കണ്ട ആൾക്കാർക്ക് ഇറച്ചിയും മീനും വെക്കാനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി കൊടുക്കണ്ടേ, അതിനുള്ള സ്ഥലങ്ങളാണിത്. അതേപോലെ തന്നെ ഹോട്ടലുകൾക്ക് മൊത്തം മറ്റുള്ള ഇന്ന സാധനങ്ങളൊക്കെ വേണ്ടേ. ഇത് എന്തിട്ടൊക്കെ പൊടികളാണ് അല്ലേ. ഇതെന്ത് പൊടി ഇത്? ആണോ? എന്താന്നുള്ളത് അറിയില്ല. ഏവല ग्रीन ग्रेवी, कबाब, तंदूरी, तंदूरी, चिकन फ्राई, फ्राई. ये वाला ये फाल ചാപ്സ് മസാല. ഇത് പല പല നമ്മളുടെ ഇപ്പോൾ അവിടെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ പല പല ഇറച്ചികൾക്കുള്ള സെയിം സാധനം ഇവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അല്ലാണ്ട് നമ്മളുടെ പോലെ മല്ലിപ്പൊടി ഇട്ടും മുളക് പൊടി ഇട്ട് അത് വേണ്ട. ഓരോന്നിനും ഏതൊക്കെയാണ് മസാലകൾ അത് വേണ്ടത് ഇവിടെ റെഡിയാണ് കേട്ടോ. കണ്ട് ഇത് മൊത്തം അങ്ങനത്തെ സംഭവമാണ്. എന്തായാലും ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കൂടെ വരാൻ പറ്റിയത് ഭാഗ്യമായിട്ടോ. അറിയാൻ പറ്റിയില്ല ബാംഗ്ലൂരിൻ്റെ മറുവശം. നമുക്ക് ബാംഗ്ലൂരിനെ അറിയണത് എങ്ങനെയാണെന്നറിയോ, നല്ല ഹൈടെക് സ്ഥലങ്ങൾ മാത്രമായിട്ടുള്ളൊരു ബാംഗ്ലൂരിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ബാംഗ്ലൂരിനെ ഞാനും കണ്ടിട്ടില്ല കേട്ടോ. അതും വേണ്ട പറയുക. ഞാൻ ഈ കണ്ട പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും ഇങ്ങനെ മാർക്കറ്റും ഇങ്ങനെ അലക്കുലത്ത് പിടിച്ച സ്ഥലങ്ങളൊന്നും ഉണ്ട് എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. ഫുഡ് നോക്കാൻ പോയപ്പോൾ ഈ വഴിക്ക് എത്തിയിട്ടാ. നമ്മൾ നേരെ ഫുഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ ഗ്രോസറിയുടെ അവിടെ നിന്ന് വന്നിട്ട് നേരെ വന്ന് തുണിത്തരങ്ങളുടെ ഉള്ളിലേക്കാണ് കേട്ടോ വന്ന് ചാടിയത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ ഇത് മുന്നിലേക്ക് MG റോഡിൻ്റെ അവിടെ എത്രോളം വരെ ഇതേപോലെ തന്നെ ഫുള്ള് തുണിത്തരങ്ങളും കാര്യങ്ങളാണ്. ഒരു 5-10 വഴി. നമുക്ക് റേറ്റ് ഇങ്ങനെ തിരിഞ്ഞു പോവാം. നീതാമുത്ത് നോക്കി നടക്കൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ല സ്ഥലത്തേക്ക് നടക്കാം. എന്തായാലും ഡ്രസ്സ് വിൽക്കണോടത്ത് ഇത്രയധികം അലമ്പ് എന്താ പറയുക മണവും കാര്യങ്ങളും പുഴുവൊന്നും ഉണ്ടാവില്ല. ഇതിലങ്ങോട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. വിലയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറവൊന്നും പറയാനില്ല. ഇതൊക്കെ എത്ര രൂപ ഉണ്ടാവും എന്ന് വെച്ചിട്ട് 700 രൂപ 600 രൂപ അതൊക്കെയല്ലേ റേറ്റ്. മെല്ലെ നീങ്ങാം, നമുക്ക് കണ്ട് പോവാം. തുണിക്കടകളും ഇതുകളും ഇതങ്ങനത്തെ ഒരെണ്ണം മേടിച്ചാൽ ആ കിൽറ്റുള്ളത് തന്നെ ഇതൊക്കെ ഒരെണ്ണം തലക്കടിയിട്ട് കിടക്കാൻ. ഹോം ഇത് പർദ്ദ, ഒരു പർദ്ദ വേണോ? അതൊക്കെ പർദ്ദക്കടയാ. എന്താ വില ചോദിക്കാലോ? ചോദിക്കാലോ, വരൂ. പല പല വെറൈറ്റിയിലുള്ള പർദ്ദകൾ കേട്ടോ. ഞാൻ ആദ്യം പർദ്ദയിട്ട ആൾക്കാർ നിൽക്കുകയെന്നാണ്. പക്ഷെ പർദ്ദയിട്ട ആൾക്കാർ നിൽക്കണമല്ല, പർദ്ദയുടെ ഇതിങ്ങനെ തൂക്കിയിട്ടേക്കണ ലോങ് സൈറ്റ് കണ്ടു. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ പിന്നെ എല്ലാ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. കോസ്മെറ്റിക്സ്, ഇതേ കമ്മല് കോസ്മെറ്റിക്സ്. അയ്യോ വാ നിനക്കത് മേടിക്കണം. അത് നോക്കിയേ, ആ കടയിലൊക്കെ നോക്കിയേ. എൻ്റെ പൊന്നോ, ആഭരണങ്ങളുടെ കളിയാ. ഇതിടെ 3 വട്ടത്ത് പറഞ്ഞപ്പോ ലിപ്സ്റ്റിക്ക് ഇതൊക്കെ ചുണ്ടയിൽ തെച്ചല്ലേ. അപ്പുറത്തെ ബ്ലഡും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാ. പൊരിയ അപ്പുറത്തെ റൊട്ടി കയറാം. എന്തായാലും നമുക്ക് ബിരിയാണി വയ്ക്കാനുള്ള പാത്രങ്ങൾ കണ്ടോ നീ. അതേപോലെ കമ്പിളി, പുതപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ.
അങ്ങനെ നമ്മൾ വന്ന് പഴയ വഴിയുടെ അവിടേക്ക് മുട്ടി. ആദ്യം വന്ന വഴിയല്ല, ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ വഴിക്കാണ്. അപ്പം ഇൻട്രോയ്ക്ക് ഒപ്പം പറയാനുള്ള ഡയലോഗ്, ബാംഗ്ലൂരിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞങ്ങളുടെ സഞ്ചാരം മാറിയെന്നോ ഓട്ടോറിക്ഷ ഇടിച്ച്. സോറി അണ്ണാ, സോറി അയാളുടെ വായിലിരിക്കുന്ന ഫുൾ തെറിയും കേട്ടു. വഴിയുടെ നടുവിൽ നിന്ന് ആരും സഞ്ചരിക്കാത്ത വഴികളെന്ന് അയാളെ കൊണ്ട് പോണ ഈ മറ്റേ പോളയെന്ന്. ആരും സഞ്ചരിക്കാത്ത വഴി, സ്വർഗത്തിലേക്കുള്ള വഴി. അടുത്ത വണ്ടികൾ വരുന്നുണ്ട്. ഒതുങ്ങി കിടക്കുന്നത് അല്ല, ഇയാൾ ഇവിടെ ഒതുക്കിയതില്ല. വാ മുത്ത എന്നെ പിടിച്ച് വലിക്കലടാ പാക്കിന്ന്. എൻ്റെ പൊന്നെ, ഇതെന്ത് കടയാ? ജ്യൂസ് കടയാണോ? അല്ല, പാനിപൂരി. ഓ, പാനിപൂരിയുടെ തിരക്കാ. എൻ്റെ പൊന്ന് ഗൈസ്, ഇനി നല്ല സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി. മുത്ത് ചെറുതായിരുന്നെങ്കിൽ ഈ കോട്ട് മേടിച്ചു കൊടുക്കായിരുന്നു. നല്ല അടിപൊളി കോട്ട് കണ്ടു. സ്കൂളിലോ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കോട്ടല്ലായിരുന്നോ? അതെ കോട്ടായിരുന്നു. ഫുൾ പെരുന്നാളിൻ്റെതായിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവരുടെ ഊരിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ കിടക്കുന്നുണ്ട് കണ്ടിന്യൂസ്. ചെരുപ്പിൻ്റെ ലോകം നോക്കിയേ, 350 രൂപ. ഈ റിലയൻസ് പോലെയുള്ള കടകളൊക്കെ വന്നിട്ടുള്ള കാര്യമല്ലേ ഇവർക്കൊക്കെ നല്ല അടിയാണ്. കാരണം എല്ലായിടത്തും വില കുറവായില്ല. ആദ്യമൊക്കെ ഇവിടേക്ക് വന്നാലേ വില കുറവ് കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ എവിടെ പോയാലും വില കുറവായതുകൊണ്ട് തന്നെ വിലക്കുറവിന് ആൾക്കാർ തപ്പി നടക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഓപ്ഷനിലായി. ആദ്യം ഓപ്ഷൻ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പൊതുവെ തിരക്ക് കുറവായിരിക്കും. പക്ഷെ എന്നാലും കടകളുടെ എണ്ണത്തിൽ യാതൊരു കുറവില്ല. ബീച്ചിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളാണ്. ഇവിടെ ബീച്ചില്ലാത്ത കാരണം കച്ചവടം കൊണ്ട് കിടക്കണം. അതിൻ്റെ നോട്ടുണ്ടോ? നിനക്ക് വേണമെങ്കിൽ ഇടാം. അശ്ശേന്ന് ഞങ്ങളൊരു കടയിൽ നൈറ്റ് ഡ്രസ്സ് നോക്കാൻ വേണ്ടി കരുതാട്ടെ. ഇതൊക്കെ 300 രൂപയുടെ ഡ്രസ്സാണ്. അപ്പോൾ നോക്കിയപ്പോൾ നിതയുടെ സൈസ് ഇല്ല. അപ്പോൾ അത് കാരണം വേണ്ടാന്ന് വെച്ചു. കറക്റ്റ് സൈസ് ഇല്ല അവിടെ. അപ്പോൾ വേറെ എവിടെയും നോക്കി നോക്കാം. ഫിക്സഡ് പ്രൈസാണ് പറഞ്ഞത്, 300 രൂപ. 1 രൂപ കുറയില്ല എന്ന് പറഞ്ഞു. ഇതൊരു ഷൂ കടയാണ് കേട്ടോ. അപ്പോൾ ഷൂ കട 350 രൂപ മുതലാണ് ഷൂസ് ഇത് ചെയ്യണത്. ഡൂപ്പ് ഷൂസുകളാണ്, നല്ലതൊന്നുമല്ല. പക്ഷെ എന്നാലും വെറൈറ്റി എന്ന് പറഞ്ഞൊരു 1.5 വെറൈറ്റി ഉള്ള ഷൂ വരെ ഇവിടെ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കട്ടെ, വെറുതെ കാണാനൊരാഗ്രഹം. ഈ ഷൂ കണ്ടിട്ടാണ് കയറി വന്നത്. സംഭവം 9000 രൂപ വില. ഒരു വെറൈറ്റി എന്താണെന്നുള്ളത് കാണാലോ എന്ന് വിചാരിച്ച് വന്നു, കണ്ടു. പിന്നെ നിറച്ചും ഷൂസുകളുണ്ട് ഇവിടെ, കണ്ടു. ഒക്കെ നല്ല വിലയുണ്ട്. ഒക്കെ ഫെറാറിയുടെ എംബിളുള്ളതും അങ്ങനെയൊക്കെ. നിനക്ക് കിട്ടിയോ? 1500. 3500. അത് ബ്രാൻഡൊന്നുമല്ല. ഇത് എന്ത് ടെസ്റ്റാ? ഇതിന് ഇത്ര വിലയോ? ഇവിടെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. വാ പോവാ. ഇവിടെ കീറിയ മുണ്ടും അതേപോലെ തന്നെ കീറിയ ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ വില കുറയുള്ളൂ. ഈ സിറ്റിയിൽ അങ്ങനെയാണ്. ഈ സിറ്റി അല്ല, ഈ സ്ട്രീറ്റിൽ. കന്നഡ അറിയുകയാണെങ്കിൽ ഇത്തിരി വില കുറയും. നമ്മൾ ഇതിനെത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ പോയി. രാജാപ്പാട്ട്, രാജാക്കന്മാരുടെ സാധനങ്ങൾ. നെഹ്റുവിൻ്റെ കോട്ട് മുത്ത. ആ, ഇവിടുന്ന് കുഞ്ഞാവ കോട്ട് മേടിച്ചിട്ടുണ്ടാവാടാ. ആണോ? കോട്ടുണ്ടേ. ഓ, തെള്ളങ്ങാണ് എൻ്റെ പൊന്നോ. ഓക്കെ, കുറച്ചൊന്നല്ല. വിലയൊക്കെ സിമ്പിളായിരിക്കും, വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പിന്നെ ആവശ്യമില്ല, വെറുതെ ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. എങ്ങനെ പിന്നെ വെറുതെ വില വെച്ചിട്ട് ഇങ്ങനെ 150 രൂപ ചെരുപ്പുകൾക്ക്, 300 രൂപ റോക്സ് മോഡൽ ചെരുപ്പുകൾക്ക്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കർട്ടൻ മേടിച്ചായിരുന്നു. അപ്പോൾ കർട്ടൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പുറത്ത് അത് ഞങ്ങൾ 300 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ഇവിടെ 7 ഫീറ്റ് സാധനത്തിന് 150 രൂപയുള്ളൂ. അപ്പോൾ 300 രൂപ എന്ന് പറഞ്ഞപ്പോൾ പകുതി വിലയുള്ളൂ. അപ്പോൾ ഇത് കയറി നോക്കിയതായി കടയുടെ ഉള്ളിൽ. അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി അന്ന് മേടിച്ചത് വളരെ നല്ല സാധനമായിരുന്നു. ഇത് ഏറ്റവും കുറഞ്ഞ ടൈപ്പാണ് ഈ 150 രൂപ. വലിയ കടകളിലും ഇങ്ങനെ ലോക്കൽ കടകളിലും ഏറെക്കുറെ വിലയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഹോൾസെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് മേടിക്കണതും വലിയ കടകളിൽ മേടിക്കണമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടേക്ക് വന്ന് വെറുതെ അലയണതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരൊന്നും ഇവിടെ കച്ചവടത്തിന് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നതായിട്ടൊന്നും കാണുന്നില്ല. കൂടുതലും ഒക്കെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാരുകളെയാണ് നമ്മൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം 200 രൂപ. വിലകളൊക്കെ എഴുതി വെച്ചാൽ ചോദിക്കേണ്ട, ഫിക്സഡ് എന്ന് എഴുതിയിട്ടുണ്ട് എല്ലാത്തിനും. കണ്ടില്ലേ, ഇത് 250, ഇത് 150, ഇത് 200, അത് 250, എല്ലാത്തിനും എഴുതിയിട്ടുണ്ട്. നമ്മുടെ കാറ് കിടക്കണത് ഒരുപാട് അകലെ കേട്ടോ. 1/2 കിലോമീറ്റർ അത് തന്നെ.
അതെ ആ മെറ്റീരിയലിന്റെ ഒക്കെ വില ചോദിക്കാനാണ് മനസ്സിലായില്ലേ? നമ്മള് കേറിയത് അത് താഴ്ത്തായിരുന്നു നമ്മൾ കയറിയത്. അടച്ചിട്ട് ഇതിന്ന് എടുത്തേ 450 രൂപ. ശരിയാ, 450 രൂപ, 300 രൂപ. ഇതന്നെ ഇതിന്റെ വിലകൾ കണ്ടില്ലേ? വിലയിലൊന്നും അന്നത്തെ വില വെച്ചിട്ട് കൂടിയിട്ടില്ല. 3-4 കൊല്ലമായിട്ട് 300 രൂപ, 400 രൂപ, 500 രൂപ മെറ്റീരിയൽ കേട്ടാ. എല്ലാത്തിന്റെ വില അത്രയാ, 495. ഇതൊക്കെ നല്ലതൊന്നുമില്ല ഇത്. ഇല്ല, എല്ലാത്തിനും വേറെ റേറ്റുകളാ. 775, 220. ഈ സൈഡ് മൊത്തം 220. കണ്ടോ? കഴിഞ്ഞിട്ടില്ലേ? കണ്ടു കഴിഞ്ഞില്ലേ? ഹാപ്പി അല്ലേ? എൻ്റെ മോൻ ഹാപ്പി അല്ലേ എടാ? ബാ, എൻ്റെ മോനും പിന്നെ ഇങ്ങനെയൊന്നും ആവശ്യമില്ല. കളിപ്പാട്ടങ്ങളുടെ സ്ഥലത്ത് നിർത്തി കൊടുത്താൽ മതി. അതേപോലെ ഇതേപോലെ തട്ടാനിടയ്ക്ക് കുപ്പി ഇട്ട് കൊടുക്കുക. അവൻ ഹാപ്പിയാ. ബാടാ എന്താണ് രക്തത്തിൽ ഫുട്ബോൾ തിളക്കേണ്ടത് നിന്റെയാ? എന്നാ കുറച്ച് വെള്ളം ഒഴിച്ച് തിളത്തിയിട. മിലിറ്ററിക്കാരൻ്റെ പോലീസുകാരൻ്റെ ഒക്കെ ഉടുപ്പുകളൊക്കെ ഉണ്ടോ മുത്ത? കണ്ടോ? എല്ലാം ഉണ്ട് ഇവിടെ. അത് അവിടുത്തെ കുവൈറ്റ് പോലീസിന്റെ ഡ്രസ്സായിരുന്നു. നിതയ്ക്ക് ഇതേപോലത്തെ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതിന്റെ വില ചോദിക്കാം. പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കില്ല. മുട്ടിന് മുകളിലുള്ള ഡ്രസ്സൊന്നും ഞാൻ മേടിച്ചു കൊടുക്കില്ല. അപ്പൊ അത് കാരണം തന്നെ ഇത് കണ്ട് ആഗ്രഹം തീർത്തോളാൻ പറഞ്ഞു. വില ചോദിച്ചു 950 രൂപ. ഞാൻ വിചാരിച്ചത് നിതയ്ക്ക് ഇടാവുന്നതാണ്. നിതയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. നിതയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ മേടിച്ചു തരാത്ത. അല്ലെങ്കിൽ വിചാരിക്കും നിതയുടെ ഇഷ്ടത്തിന് ഞാൻ ഇത് ചെയ്യാവുന്നു. നിതയ്ക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കണത്. എനിക്ക് അത്രക്കിട്ട് ഇഷ്ടമില്ല. പക്ഷെ മറ്റുള്ളവർ ഇട്ട് നടന്നോട്ടെ, നമുക്ക് കാണാൻ ഇഷ്ടം. അതെ അതെ, അത്ര മതി. ഇവിടെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ, ഈ പറഞ്ഞ പോലെ തന്നെ. ഇതൊക്കെ നല്ല വെറൈറ്റിയാ. മുത്തിന് എന്താ വെറൈറ്റി വേണോ? എന്റെ പൊന്നെ, ഈ കണ്ട 5 സമൂസയൊക്കെ അടിച്ചിട്ട് 3 മറ്റേ ഒരു ഫ്രൈഡ് റൈസ്, ഒരു മൽക്ക് എന്നിട്ട് സർബത്തൊക്ക അല്ല ഫലൂഡ, പിന്നെ മറ്റേ മുഖബത്തുക്ക ഷർബത്ത്, പിന്നെ അത് കൂടാണ്ട് ലസ്സി കേട്ടോ. എന്നിട്ട് വീണ്ടും ചോക്ലേറ്റ് ലസ്സിലും രാവിലത്തെ 2-3 ദോശയിലും നിക്കണേ. പിന്നെ കണ്ടാ പറയില്ല കേട്ടോ ഇതൊന്നും. എന്തായാലും ഇവരുടെ ലൈറ്റിംഗ് ഒന്നും ഊരാത്തോണ്ട് തന്നെ ഫുൾ നല്ല ഭംഗിയിൽ നിൽക്കണ്ട. ഇവിടെ നിന്ന് ആയാലും ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റിംഗ് ഒന്നും ഇല്ല. നമ്മുടെ വണ്ടി അവിടെ നിന്ന് നമ്മള് റൈറ്റ് തിരിയണം. ഡോള് വേണോ മൊത്തം? ടെഡി ബെയർ വേണോ? വേണോ? നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ സ്ഥലമില്ല. വേണ്ട. 625 രൂപ. ഇവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ 300ന്റെ ഡ്രസ് നോക്കണോ? നൈറ്റ് ഡ്രസ് വേണോ? കുട്ടന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ കടയിലും ചെന്ന് കഴിഞ്ഞാൽ ഒരേ ഒരു ചോദ്യം. അതെ, കുട്ടന്റെ ചെരുപ്പ് 13, 12 എവിടെയും കിട്ടണില്ല. അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറിയതാ, ഷൂ കടയിൽ. അപ്പോൾ അങ്ങനത്തെ വല്ല ഷൂ കിട്ടുകയാണെങ്കിൽ മേടിക്കുന്നത്. ആകെ ടെക്കത്തലോണിൽ മാത്രമല്ല, വേറെ എവിടെ ഇല്ല. അപ്പോൾ മുത്തുവാണെങ്കിലും കുറേ തൂമയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ. അതിന് എത്ര രൂപയുടെ? അതിൻ്റെ പെട്ടിമീണ്ട് MRP. ആ പെട്ടിമീണ്ട് MRP 5000 രൂപയുടെ ആഫ്റ്റർ ഡിസ്കൗണ്ട്. 10000 രൂപയുടെ സാധനമാണ്. അപ്പോൾ പ്യൂമയുടെ ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. എല്ലാം 50% 50% ഓഫിൽ ഒരുപാട് സാധനം ഇരിക്കുന്നുണ്ട്. വെറൈറ്റികൾ ഇരിക്കുന്നുണ്ട്. പിന്നെ 1399 കുറേ ഇതുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ കണ്ട 5000-ന് കുഴപ്പമൊന്നുമില്ല. 10000 രൂപയുടെ 5000 എന്ന് പറയുമ്പോൾ നല്ലതാണ്. ഈ സ്പാർക്സ് അല്ലേ? അല്ലല്ല, ആ എക്സ് അല്ല, ഇത് ഷാറൂഖിന്റെ എക്സാ. ഇത് ബ്രാൻഡ് വേറെയാ. ഇഷ്ടപ്പെട്ടാ? ശരിയാ, നിരയുടെ ഷൂവിന് ഇതേവരെ ഒന്നും ആയിട്ടില്ല. എക്സ്പാർക്സ് ബാ. ഞങ്ങൾക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ ഓൾറെഡി മേടിച്ച് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് കണ്ടോ, ഇവിടെ ഒരെണ്ണം, അവിടെ 2 പേര് ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടിൻ്റെ ഒക്കെ പുതിയതാണ്. കുറച്ച് നാളായിട്ടുള്ളൂ. നിതയുടെ കുറച്ച് നാളായിട്ടില്ല. എൻ്റെയാണ് ഏറ്റവും പഴയതായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടു, കടകളൊക്കെ പൂട്ടിച്ചു. ഇനി നമുക്ക് ആണോ? അപ്പോൾ ഒരു കൊല്ലായി. ഇനി നമ്മുടെ വണ്ടി ഇട്ട സ്ഥലത്തേക്ക് നടക്കാൻ, കാരണം കടകളൊക്കെ ഒരുവിധം അടച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവനെന്താ അഭ്യാസം കാണിച്ചൂലോ. വണ്ടിയുടെ അടുത്തേക്ക് പോകട്ടാ. ഞങ്ങൾ മുന്നത്തെ ഒരു പ്രാവശ്യം വന്നപ്പോൾ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ, ഈ കമ്മത്ത്.
അത് ഓർമ്മയില്ല എങ്ങനെയാണ് എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത്. കയറിയുണ്ട് സംഭവം. ഞങ്ങൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ബാംഗ്ലൂർ എത്തുമ്പോൾ രാത്രി 2:30-3 മണിയായിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ ഓൺലൈനിലൊന്നും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ വന്നപ്പോൾ ആകെ റൂമുള്ള ഹോട്ടലും അതേപോലെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവുള്ളതും കണ്ടത് ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ 2 ദിവസം ഈ ഹോട്ടൽ AJ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറാമെന്ന് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ളതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, പള്ളി കാണാവുന്ന രീതിയിലുള്ള. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി വെടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സാധനം അന്നേ തന്നെ മടുത്തായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഒറ്റ ലൈറ്റ് കാര്യങ്ങളൊന്നും ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം വന്നവർ പിന്നെ വരില്ല ഇവിടേക്ക്. അപ്പോൾ അത് തന്നെ അടച്ചു പോകേണ്ട ഒരു കണ്ടീഷനിലായി എന്നും തോന്നുന്നു. ഞങ്ങൾ അന്ന് വന്നപ്പോൾ പറഞ്ഞു എൻ്റെ ദൈവമേ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന്. നടത്തി പേരൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ പുതിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റി കയറും. അതെ, ഈ പള്ളിയുടെ ഗ്രേ പള്ളി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കളർ മാറ്റി. ബാക്കിൽ ഗ്രേ, അത് വേറെ പള്ളിയാന്നുണ്ട് അല്ലേ? ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണോ? രണ്ടും തന്നെയാ. അതെ അതെ, ഇവിടെയൊക്കെ നമ്മൾ കയറി പ്രാർത്ഥിച്ചിട്ട് പോയി. ഇതിന്റെ ഉള്ളിൽ കയറിയായിരുന്നു. ശരിയാ, അതെ. നമ്മൾ ശ്രീരാജ് ലസ്സി ബാർ അല്ലേ? അപ്പോൾ ഇത് ബാംഗ്ലൂരിലാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിന് മുന്നേ വന്നിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ലസ്സിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിന് ഭയങ്കര തിരക്കാണ് എപ്പോൾ വന്നാലും. ഇപ്പം ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു 3-4 കൊല്ലമായി. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ലസ്സി ഏതാണ് അല്ലെങ്കിൽ എന്താണ് കഴിക്കാനുള്ളതെന്ന് നോക്കിയിട്ട് അത് കഴിക്കാനുള്ള പരിപാടിക്കാണ് കേട്ടോ. നോക്കട്ടെ, കടയൊക്കെ ഒരുപാട് മാറി. ഇങ്ങനെയും തന്നെ തട്ടുകട സെറ്റപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞത് 2 സോൾട്ട് ലസ്സി, പിന്നെ ഒരു ഏതൊക്കെ മൊത്തം ചോക്ലേറ്റും പിന്നെ ഒരു മാംഗോയും, അങ്ങനെ 3 പറഞ്ഞു. എന്നിട്ട് ഫ്രിഡ്ജിൽ നിറച്ച് വെച്ചേക്കണം മൊത്തം സാധനം. മനസ്സിലായോ? അതാണോ അത് നിറച്ച് വെച്ചേക്കണേ? ആയിരിക്കുമെന്ന് വിചാരിക്കാം, നോക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 സോൾട്ടും വന്നു, അതുപോലെ തന്നെ ഒരു മാംഗോയും വന്നതിന് ചോക്ലേറ്റ് കൂടി വരാനുള്ളൂ. സോൾട്ട് ടെസ്റ്റ് ചെയ്യാം അല്ലേ? സാധാ തൈര് ഞാനെന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പണ്ട് കാലത്ത് കുടിച്ച അതേ ടേസ്റ്റ് അങ്ങനെ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. കാരണം സോൾട്ട് കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഫീൽ തോന്നില്ല. നിനക്കോ? സൂപ്പർ എന്ന് പറയുന്ന ഒരു ഫീൽ ഇപ്പൊ തോന്നിയില്ല. അതെ, പക്ഷെ നിതയുടെ സൂപ്പറായിരുന്നു. മാംഗോ മുട്ടണ്ട, അടിപൊളിയല്ല. അതിപ്പോ എല്ലാത്തിനും ഒരേപോലെ ടേസ്റ്റ് ആവില്ല, പക്ഷെ ഇത് അടിപൊളിയായില്ല. അതിനുശേഷം ഇപ്പൊ നമ്മൾ കഴിച്ച 2ാമത്തെ സാധനം വീഡിയോ എടുക്കാണ്ട് കഴിച്ച സാധനം മൊഹബത്ത് കാ സർബത്ത്. വീഡിയോ എടുത്തില്ല, പക്ഷെ സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു. മുത്ത് പറഞ്ഞിട്ട് മേടിച്ചാട്ടെ, കുറേ കാലമായി മുത്ത് മൊഹബത്തിന്റെ സർബത്ത് അല്ലേ? എന്താണ് മുത്ത് എന്താ പറഞ്ഞ? മൊഹബത്ത് കാ സർബത്ത് അവിടെയാണ് മൊഹബത്ത് കാ സർബത്ത് ഒറിജിനൽ എന്ന് പറഞ്ഞ കടയുണ്ട്. അവിടെയാണ് ഒരു ചേട്ടൻ ഭയങ്കര വലിയൊരു ഇതില് റോസ് മിൽക്ക് പിന്നെ വാട്ടർമെലൺ അങ്ങനെ ഒരുവിധം എല്ലാ സാധനവും. ഇതാണ് നോർമൽ ഫലൂഡ. ഇതാണ് നോർമൽ ഫലൂഡ. ഇതിനകത്ത് ഫ്രൂട്ടൊന്നുമില്ലേ? ഇത് കളഞ്ഞു. ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ടോ നോക്കി നോക്കാം. കളഞ്ഞു. ഇത് മറ്റേ ഇതിന്റെ പേടയുടെ ടേസ്റ്റ്. ഒന്നും നോക്കണ്ട, കഴിക്കാൻ മിണ്ടാണ്ടിരിക്കുക. എല്ലാ പരിപാടിയും കഴിഞ്ഞു. സർബത്തും പിന്നെ ആവറേജ് ഇതിലുള്ള റേറ്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് എന്ന് പറയാനില്ല അല്ലേ? അതെ, ഇത് ഐസ്ക്രീം 3 ഫ്ലേവർ ഇട്ട് കുറച്ച് ജെല്ലി ഇട്ട് കുറച്ച് കസ്കസ് ഇട്ടു, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. ബ്ലൂ ബ്ലിസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലുണ്ടല്ലോ, ഈ ഹോട്ടലിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ കോളേജിൽ ഒരു അഡ്മിഷൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് 3-4 ദിവസം താമസിച്ചിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു ഇത്. കണ്ടോ, ഈ ഹോട്ടലിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആ മൂലയ്ക്ക് നിന്ന് പോയി ഫുഡ് കഴിക്കും. അല്ലാത്തപ്പോൾ പകല് ഞങ്ങൾ പോണ വഴിക്കുന്നൊക്കെ ഫുഡ് കഴിച്ച് രാത്രി ഇവിടെ എത്തും. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കും. അങ്ങനെയായിരുന്നു പരിപാടി. ഇത് TN തമിഴ്നാട് വണ്ടിയാണല്ലോ. അടിയിൽ ബ്രേക്ക്ലൈറ്റും പിന്നെ ഒരു ബിഗ് വിങ് സ്പോയിലറും കൂടി വെക്കും. ഓ അല്ലേ, പൂ വന്നാ കഴിക്കുന്ന കുട്ടത്താക്കോല്.